യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നേത ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ആയിത്തീർന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി അത്രേ. നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. മത്തായി 5:4 ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. യോഹന്നാൻ 16:20 ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. യേശു കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കർത്താവായ യേശുക്രിസ്തു പർവ്വത പ്രസംഗം തുടങ്ങുന്നത് തന്നെ ചില ഭാഗ്യവചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ആ ഭാഗ്യവചനങ്ങളിലെ ആദ്യത്തെ ഭാഗ്യവചനമാണ് മത്തായി 5:3 നാം വായിച്ചത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതിനെപ്പറ്റി നാം കഴിഞ്ഞ ആഴ്ചയിൽ വിശദമായി സംസാരിച്ചു. സ്വയം നീതീകരിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൽ തൻ്റെ പരിശുദ്ധാത്മാവിൽ പരിപൂർണ ആശ്രയം വെക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്രരായവർ. അവർ നിഗളികളല്ല, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുന്നവരത്രേ. പല വ്യക്തികളും നമുക്ക് ചുറ്റും ഉണ്ട്. ഞാൻ ആരൊക്കെയോ ആണെന്നും എന്തെങ്കിലുമൊക്കെ ആത്മീകമായ ഒരു സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ താൻ വളരെ വിശുദ്ധനാണെന്നും താൻ എല്ലാം തികഞ്ഞവനാണെന്നും തന്നിൽ ഒരു തെറ്റുപോലും ഇല്ലെന്നും ഒക്കെ നടിച്ച് നടക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. അവർ താഴ്മയില്ലാത്തവരാണ്. അവർ സ്വയം പുകഴുന്നവരാണ്. അവർ സ്വയം ഞങ്ങൾ വളരെ മികച്ചവരാണെന്നും മികച്ച ആത്മീക നിലവാരം നിലനിർത്തുന്നവരുമാണ് എന്നൊക്കെ സ്വയം അഭിമാനിക്കുന്നവരാണ്. അവർ ആത്മീക നിഗളികളത്രേ. ആത്മാവിൽ ദരിദ്രരായവർ വളരെ താഴ്മയോടും സൗമ്യതയോടും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചും മുന്നോട്ട് പോകുന്നവരത്രേ. അവർക്ക് ചുറ്റുമുള്ളവർക്കും അവരുടെ സൗമ്യതയും ദൈവാശ്രയവും കാണുവാൻ സാധിക്കും. താഴ്മ, കരുണ, നീതി, ദൈവാശ്രയം ഇതെല്ലാം ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ കാണേണ്ടതുണ്ട്. യേശു കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ, താൻ ഈ ഭൂമിയിൽ നടന്നപ്പോൾ, ഈ ഭാഗ്യവചനങ്ങളിൽ കാണുന്ന എല്ലാ ഗുണഗണങ്ങളും കർത്താവിൽ അടങ്ങിയിരുന്നു. കർത്താവായ യേശുക്രിസ്തു തനിക്ക് ചുറ്റുമുള്ളവരോട് വളരെ സ്നേഹത്തോടും കരുണയോടും പെരുമാറി. അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവമക്കൾ ആയിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരാണ് ദുഃഖിക്കുന്നവർ. പലപ്പോഴും നാം വിചാരിക്കും, പ്രിയപ്പെട്ടവരുടെ വേർപാട്, വലിയ നാശനഷ്ടങ്ങൾ ഇതൊക്കെയാണ് മനുഷ്യന് ദുഃഖം ഉണ്ടാക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത് തന്നെ അത്രേ. എന്നാൽ നമ്മുടെ കുറവുകൾ ഓർത്ത്, നമ്മുടെ ദേശത്തിൻ്റെ പ്രശ്നങ്ങളെ ഓർത്ത്, ലോകത്തിൻ്റെ ഇന്നത്തെ പോക്ക് ഓർത്ത് ഒക്കെ നിങ്ങൾ ദുഃഖിക്കുന്നവരാണോ? നിങ്ങൾ ദുഃഖിച്ച് അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണോ? ജീവിതത്തിലെ പോരായ്മകളും കുറവുകളും തിരിച്ചറിയുന്നവരാണ് ആത്മാവിൽ ദരിദ്രരായവർ. അങ്ങനെ തിരിച്ചറിയുന്നവർ അതൊക്കെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യും. ഭാഗ്യവചനങ്ങളിൽ ആദ്യം മുതലുള്ള ഓരോന്നും അടുത്തതുമായിട്ട് കണക്റ്റഡ് ആണ്. ആത്മാവിൽ ദരിദ്രരായവരാണ് തൻ്റെ കുറവുകൾ ഓർത്ത്, തൻ്റെ ദേശത്തിൻ്റെ പോക്ക് ഓർത്ത്, ഇതൊക്കെ ഓർത്ത് ദുഃഖിക്കുന്നവർ. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് അവർക്ക് ആശ്വാസം ലഭിക്കും. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ
മറ്റുള്ളവരോടൊപ്പം ദുഃഖിച്ചതായി നമുക്ക് കാണാം. യേശു കർത്താവ് കണ്ണുനീർ വാർത്തത് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റുള്ളവരോട് സഹതാപമുള്ളവനും ദുഃഖിക്കുന്നവരോട് കൂടെ ദുഃഖിക്കുന്നവനും ഒക്കെ ആയിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതം വെറും വായിച്ചറിയുവാൻ മാത്രമുള്ളതല്ല, മനസ്സിലാക്കുവാൻ മാത്രമുള്ളതല്ല, നമുക്ക് അനുകരിക്കുവാൻ കൂടി ഉള്ളതാണ്. ദുഃഖിക്കുക എന്നാൽ അനുതാപമുള്ള ഒരു ഹൃദയം ഉണ്ടാകുക എന്നതാണ്. ഒരു കാര്യം ഓർക്കണം, നാം എല്ലാം കുറവുകളും കുറ്റങ്ങളും ഉള്ളവരാണ്. നാം ആരും പരിപൂർണരല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിപൂർണതയാണ് എൻ്റെയും നിങ്ങളുടെയും പരിപൂർണത. അവൻ്റെ നീതിയാണ് എൻ്റെയും നിങ്ങളുടെയും നീതി. നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്നല്ലേ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെ എനിക്കും നിങ്ങൾക്കും നീതിമാന്മാരാകാൻ പറ്റും? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ അതിന് സാധ്യമല്ല. നാം എല്ലാവരും പാപ സ്വഭാവമുള്ളവരാണ്. നാം എല്ലാവരും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മുടെ കർത്താവ് നമുക്കായി ആഗ്രഹിക്കുന്നുണ്ട്. എന്തെന്നറിയാമോ? നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപമുള്ളവരാക്കി തീർക്കാൻ. ഘട്ടം ഘട്ടമായി തൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവ പൈതലിനെ ദൈവം തന്നോട് അനുരൂപരാക്കി തീർക്കും. വളരെ ഭാഗ്യകരമായ ഒരു അവസ്ഥയല്ലേ അത്? താഴ്മയും വിനയവും ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ. നാം ദൈവത്തോട് അനുരൂപപ്പെടേണ്ടതുണ്ട്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് നാം ജീവിക്കേണ്ടതുണ്ട്. സന്തോഷം വെറും ലൗകിക കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല വരുന്നത്. ഭാഗ്യവാൻ എന്ന് വെച്ചാൽ നമ്മുടെ ബാഹ്യമായ സാഹചര്യങ്ങളെ നോക്കിയല്ല നാം തീരുമാനിക്കേണ്ടത്. ആത്മീയ സമ്പന്നതയിലും എളിമയിലും ഒക്കെയാണ് നാം സന്തോഷം കണ്ടെത്തേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം എപ്പോഴും സന്തോഷിക്കേണ്ടവർ തന്നെ അത്രേ. കർത്താവായ യേശു ക്രിസ്തുവിൽ പരിപൂർണമായി ആശ്രയിക്കുന്നവർ ആഴമായ ആത്മീക സന്തോഷം അനുഭവിക്കുന്നവരത്രേ. ഈ ലോകത്തിൻ്റെ ആത്മീക തകർച്ച നാം കാണുമ്പോൾ, ഇന്ന് ലോകം മുഴുവൻ ദൈവവചനത്തിന് എതിരെ ഓടുമ്പോൾ നാം ഹൃദയത്തിൽ ദുഃഖം അനുഭവിക്കുവാൻ ഇടയാകും. അങ്ങനെ ദുഃഖം ഉള്ളവർ ദൈവസന്നിധിയിൽ അതിനായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ദൈവിക വിടുതലിനായി, അതിനെല്ലാം ഒരു പരിഹാരത്തിനായി നാം പ്രാർത്ഥിക്കേണ്ടവരാണ്. ആത്മീക ദാരിദ്ര്യം തിരിച്ചറിയുവാൻ സാധിക്കാത്തവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ കടന്നു പോകുവാൻ സാധിക്കുകയില്ല. അവർക്ക് മറ്റുള്ളവരുടെ ആത്മീക തകർച്ച, സ്വയം തകർച്ച ഇതൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നവരല്ല. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അനുതാപമുള്ള ഒരു ഹൃദയത്തോടെയാണ് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നെങ്കിൽ, അവൻ തീർച്ചയായിട്ടും നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുവാൻ ശക്തനത്രേ. ലോകത്തിൻ്റെ അനീതി, കഷ്ടം, മനുഷ്യത്വമില്ലായ്മ ഇതൊക്കെ കണ്ട് നാം ദുഃഖിക്കാറില്ലേ? നാം അതിനൊക്കെ എതിരെ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ലേ? അങ്ങനെ ചെയ്യുന്നവർ ആശ്വാസം ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. പാപത്തിൻ്റെ ഗൗരവവും അതിൽ നിന്നുള്ള അനന്തര ഫലങ്ങളും ആഴമായി ചിന്തിക്കുന്നവർക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദുഃഖമുണ്ടാകും. അവർ താഴ്മയോടെ ദൈവസന്നിധിയിൽ വരുവാൻ അവർ സന്നദ്ധരായിരിക്കും. അവർ ദൈവിക സമാധാനവും ആശ്വാസവും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനും ഇടയാകും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന് പറഞ്ഞാൽ അസന്തുഷ്ടരെല്ലാം സന്തുഷ്ടരാണെന്നാണോ? നമുക്കത് അംഗീകരിക്കുവാൻ വലിയ പ്രയാസമാണല്ലേ. ഒരു ദൈവ പൈതലിന് ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. ആത്മീകമായി ദരിദ്രനായിരിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നത് ഒരു കാര്യം. എന്നാൽ അതോർത്ത് ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും അനുതാപം
ഉള്ള ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് വരുന്നത് അത് മറ്റൊരു കാര്യം. ചില വ്യക്തികൾ വിചാരിക്കുന്നത് അവർ ആത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ, അവർ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരെപ്പോഴും സന്തോഷം ഉള്ളവരാണ് എന്ന്. അതെ, കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നത് നാം എപ്പോഴും സന്തോഷിക്കണം എന്നാണ്. എന്നാൽ നാം ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കേണ്ടവരാണ്. നാം ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ കണ്ട് ദുഃഖിച്ച് ദൈവത്തോട് കരയുന്നവരായിരിക്കണം. ദൈവത്തോട് തൻ്റെ ഹൃദയം തുറന്നു കാണിക്കുന്നവർക്ക്, കപടമില്ലാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവർക്ക്, തൻ്റെ കുറവുകളെ ഏറ്റുപറയുന്നവർക്ക് കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിക്കും. നാം സ്വയം നീതിമാനായി നമ്മെ തന്നെ ചിത്രീകരിക്കാൻ പാടില്ല. നിങ്ങൾ ആ പരീശനെ പോലെ ആകരുത്. ദുരഭിമാനിയായ, സ്വയം നീതീകരിച്ച ഒരു പരീശൻ നമുക്കെല്ലാവർക്കും അറിയാം. അതേസമയം ഒരു ചുങ്കക്കാരൻ മാറത്തടിച്ച് തൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് കരയുന്നതും നമുക്കറിയാമല്ലോ. നാം ആ ചുങ്കക്കാരനെ പോലെ തൻ്റെ കുറവുകളെ മനസ്സിലാക്കുന്നവൻ ആയിരിക്കണം. ആ പരീശനെ പോലെ ഞാൻ എല്ലാം തികഞ്ഞവൻ എന്ന് തന്നെത്താൻ അഭിമാനിക്കുന്നവൻ ആകരുത്. 1 പത്രോസ് 1:15-16 എന്നീ വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം: നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതെങ്ങനെ സാധ്യമാകും? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാണ് എന്ന്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. നമ്മെ സകല സത്യത്തിലും വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എങ്ങനെ അത് സാധിക്കും എന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങുക. പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു സമ്മാനം അത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. എന്നും ഇത് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ എങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടും എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കും. എന്നും പ്രാർത്ഥിക്കുന്നതും വേദപുസ്തകം പഠിക്കുന്നതും ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നതും ഒക്കെ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ അടിയുറച്ച ഒരു ജീവിതം നയിക്കുവാനും ആത്മീക സന്തോഷം അനുഭവിക്കുവാനും ഒക്കെ ഇത് നമ്മെ ധാരാളമായി സഹായിക്കും. അതൊരു ഭാഗ്യകരമായ അവസ്ഥ തന്നെ അത്രേ. നാം ദുഃഖത്തിൽ ആശ്വാസം എങ്ങനെ കണ്ടെത്തും എന്ന് ഈ പുസ്തകം വളരെ വ്യക്തമായി നമ്മെ മനസ്സിലാക്കി തരും. നിങ്ങളുടെ ബലഹീനതയെപ്പറ്റിയും നിങ്ങളുടെ പാപത്തെപ്പറ്റിയും ഒക്കെ നിങ്ങൾക്ക് ബോധ്യം വരുമ്പോൾ അതോർത്ത് ദുഃഖിക്കുന്നവർ അനുഗ്രഹീതരാണെന്നാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ ഭാഗ്യവചനത്തിൽ കൂടെ നമ്മെ അറിയിക്കുന്നത്. നാം അനുതപിക്കുമ്പോൾ നാം കർത്താവിൽ പുതുക്കം പ്രാപിക്കും. അതൊരു പ്രത്യേക സന്തോഷം നമുക്ക് നൽകുകയും ചെയ്യും. ആത്മീക സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റു സന്തോഷങ്ങളെക്കാളൊക്കെ ഉപരിയായി ഉള്ളതാണ്. ഉയർന്ന തലത്തിലുള്ള സന്തോഷമാണ് കർത്താവിലുള്ള സന്തോഷം. മറ്റുള്ള സന്തോഷങ്ങളെല്ലാം താൽക്കാലികമായിരിക്കാം. ശാശ്വതമായ സന്തോഷം, സമാധാനം നൽകുവാൻ യേശു കർത്താവിനും മാത്രമേ സാധിക്കുകയുള്ളൂ. തൻ്റെ കുറവുകൾ തിരിച്ചറിയുന്നതും അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുന്നതും ഒക്കെ ആഴമായ ദൈവിക അനുഗ്രഹത്തിലേക്ക് നമ്മെ എത്തിച്ചേർക്കുന്ന പാതയത്രേ. നമുക്ക് ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാനും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും സാധിക്കും. അത് വളരെ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഒരു ദൈവവൈതലിന് ലഭിക്കുന്നത്. നമുക്കെല്ലാം നെഹമ്യാവിനെ പറ്റി അറിയാം. തൻ്റെ ദേശത്തിൻ്റെ തകർന്ന മതിലുകളെപ്പറ്റി, ദേശത്തിൽ നടക്കുന്ന ഭയങ്കരമായ അവസ്ഥകളെപ്പറ്റിയുമൊക്കെ അറിഞ്ഞ നെഹമ്യാവ് ദുഃഖിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെ തുടങ്ങിയത്
നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാമല്ലോ. അതുപോലെ നാമും നമ്മുടെ ദേശത്തിന് വേണ്ടിയും നമ്മുടെ കുറവുകൾക്ക് വേണ്ടിയും ഒക്കെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടവരല്ലേ? തൻ്റെ രാജ്യത്തിൻ്റെ സ്ഥിതി അറിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയം നുറുങ്ങി. അദ്ദേഹം മാസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. പല സാഹചര്യങ്ങളും നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമുക്ക് പ്രവർത്തിക്കുവാനും സാധിക്കും, പ്രാർത്ഥിക്കുവാൻ മാത്രമല്ല. കർത്താവായ യേശു ക്രിസ്തു ദരിദ്രരെ പ്രാർത്ഥിച്ചു മാത്രമല്ല സഹായിച്ചത്, അവർക്ക് ആഹാരം കൊടുക്കുകയും ചെയ്തു. ദുഃഖിക്കുന്നവർക്ക് വേണ്ടി വെറുതെ പ്രാർത്ഥിക്കുവല്ല, യേശു കർത്താവ് അവർക്ക് ആശ്വാസമാവുകയായിരുന്നു. അതുപോലെ തന്നെ നാമും അതിനായൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം ആശ്വാസം മറ്റുള്ളവർക്ക് ആകുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു. നമ്മുടെ മുൻപിൽ ഭക്ഷണമില്ലാത്ത ഒരാളിനെ കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും, ദൈവമേ ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കണേ എന്ന്. എന്നാൽ നമ്മുടെ പോക്കറ്റിൽ ധാരാളം പണം കയ്യിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യന് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തന്നെ അത്രേ നെഹമ്യാവ് പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു. നെഹമ്യാവ് പ്രാർത്ഥിച്ച പോലെ നമുക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ തകർച്ച കണ്ട് ഹൃദയം നുറുങ്ങി നമുക്കും പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദുഃഖിക്കുന്നവർക്കും മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടവർക്കും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും രോഗികൾക്കും ഒക്കെ സഹായവുമായിരുന്നു. പരസ്പരം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അപ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ സജീവമായി പങ്കെടുക്കുകയായിരിക്കും. പലരും വിചാരിക്കും ദൈവവേല എന്ന് വെച്ചാൽ മൈക്രോഫോണിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നതും ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നതും ഒക്കെ ആണെന്നാണ്. അങ്ങനെയല്ല. പല നിലകളിൽ ദൈവം മനുഷ്യനെ ഉപയോഗിക്കുന്നു. ദുഃഖിക്കുന്നവരെ ശുശ്രൂഷിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ. വളരെ ചുരുക്കം ദൈവമക്കൾ മാത്രമേ തയ്യാറാകുകയുള്ളൂ. യേശു കർത്താവിൻ്റെ മാതൃക അങ്ങനെയല്ലായിരുന്നു. അവൻ പ്രസംഗിക്കുന്നതോടൊപ്പം അവൻ ശുശ്രൂഷയും ചെയ്തു. അവൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ അല്ല വന്നത്, ശുശ്രൂഷിക്കുവാൻ അത്രേ എന്ന്. അതേ വിളി അത്രേ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. എത്ര പേർ അതിൽ വിശ്വസ്തത കാണിക്കും? ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിക്കുവാൻ സമയമായി. കർത്താവായ യേശു ക്രിസ്തു സ്ഥിരമായ സമാധാനം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദുഃഖിക്കുന്നവർക്ക് അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്നു. അവരെ തന്നിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏത് കൊടുങ്കാറ്റിൻ്റെ അവസ്ഥയിലാണെങ്കിലും ഏത് പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നാണെങ്കിലും നമുക്ക് ആശ്വാസം നൽകുവാനും നമ്മെ പുനഃസ്ഥാപിക്കുവാനും വിടുവിക്കുവാനും ശക്തനത്രേ കർത്താവായ യേശു ക്രിസ്തു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മത്തായി 5:4 പറഞ്ഞിരിക്കുന്നത് വെറും ഒരു വാഗ്ദാനമല്ല കേട്ടോ, അത്ഭുതകരമായ പരിവർത്തനത്തിലേക്കുള്ള ഒരു പാതയത്രേ. നാം ദുഃഖിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും നമുക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. സകല ബുദ്ധിയെയും കവിയുന്ന ആത്മീക സമാധാനത്താൽ, നിത്യസമാധാനത്താൽ നിറയ്ക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിലെ ഒരു സന്തോഷങ്ങൾക്കും ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും അത് നമുക്ക് തരുവാൻ സാധിക്കുകയില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ നിമിഷം നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. ദൈവം എന്നെയും നിങ്ങളെയും എന്തിന് വിളിച്ചിരിക്കുന്നു? ദൈവത്തോടുള്ള ആഴമായ ബന്ധത്തിലും ആശ്രയത്തിലേക്കും വരുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു.
നാം മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ ലോകത്തിൻ്റെ, നാം ആയിരിക്കുന്ന ദേശത്തിൻ്റെ തകർച്ചയ്ക്കെതിരെ ദുഃഖിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എല്ലാം നമുക്ക് ദൈവത്താൽ ചെയ്യുവാൻ സാധിക്കും. നമ്മെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം നമുക്ക് സകലവും സാധിക്കുമല്ലേ? ഈ ഭാഗ്യവചനങ്ങൾ നാം വായിക്കുമ്പോൾ അത് മത്തായി 5:3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നാം ഇന്ന് രണ്ടാമത്തെ ഭാഗ്യവചനമാണ് ചിന്തിച്ചത്. യഥാർത്ഥ സന്തോഷവും ശാശ്വത സമാധാനവും എനിക്കും നിങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൽ കണ്ടെത്താം. യോഹന്നാൻ 16:20 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിനൊക്കെ മുന്നേ താൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണത്. അവരുടെ ദുഃഖമെല്ലാം സന്തോഷമായി തീരും എന്ന്. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കർത്താവ് യേശുക്രിസ്തു ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. നാം വേദപുസ്തകം വായിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കണം. പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുക. നമ്മുടെ കുറവുകളും നാം ആയിരിക്കുന്ന ദേശത്തിൻ്റെ വിഷയങ്ങളുമൊക്കെ നാം ദൈവത്തോട് പറയാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഇന്ന് കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ഭാരങ്ങളൊക്കെ തൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവസാന്നിധ്യത്തിൽ ആശ്വാസം പ്രാപിക്കുവാനും പരിപൂർണതയിലെത്തുവാനും ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. നമുക്ക് രോഗശാന്തി ലഭിക്കേണ്ടതുണ്ടോ? പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുണ്ടോ? ദുഃഖത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാനുണ്ടോ? കർത്താവായ യേശുക്രിസ്തു തൻ്റെ വാതിൽ നമുക്കായി തുറന്നിട്ടിരിക്കുന്നു. ആർക്കും അതിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ ആഹ്വാനമുണ്ട്. താഴ്മയും വിനയവുമുള്ളവർ, ആത്മാവിൻ്റെ ദാരിദ്ര്യം മനസ്സിലാക്കുന്നവർ, ദുഃഖിക്കുന്നവർ ഒക്കെ തൻ്റെ വാതിലിലേക്ക് ഓടിച്ചെല്ലാം, ആശ്വാസം പ്രാപിക്കാം. അവൻ ആടുകളുടെ വാതിലത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആശ്വാസദായകനായ യേശുക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണ ആശ്രയം കണ്ടെത്തുന്നുവോ? ആ യേശുക്രിസ്തുമായി നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടോ? ഇന്ന് വരെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പിന്മാറ്റത്തിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് താഴ്മയോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്തൃസന്നിധിയിലേക്ക് കടന്നു വരുമോ? അവൻ നമുക്കായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എൻ്റെ നിങ്ങളുടെയും പാപത്തിൻ്റെ കറ മുഴുവൻ അവൻ കഴുകിക്കളഞ്ഞു. നമ്മളുടെ പാപത്തിൻ്റെ കടം മുഴുവൻ അവൻ കൊടുത്തു തീർത്തു. ഇന്ന് നാം പാപത്തിനും ശാപത്തിനും പൈശാചിക ബന്ധനങ്ങൾക്കും ഒന്നും അടിമകളല്ല. നാം കർത്താവായ യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അവൻ ദുഃഖിതർക്ക് ആശ്വാസദായകനത്രേ. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി അത്രേ, നമുക്ക് ആശ്വാസമായി തീരുവാൻ, വിടുതലായി തീരുവാൻ. കർത്താവായ യേശുക്രിസ്തു യെശയ്യാ പ്രവാചകനിലൂടെ നമ്മോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് 61:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറി കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിശുദ്ധ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും.
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവായ യേശു ക്രിസ്തു ആശ്വാസദായകനത്രേ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആശ്വാസദായകനായ യേശു കർത്താവിലേക്ക് ഇന്ന് നിങ്ങൾ താഴ്മയോടെ കടന്നു വരുമോ? ധാരാളമായി തൻ്റെ ആശ്വാസം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആത്മാവിലെ ദാരിദ്ര്യം ഞങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയും നിന്നിൽ പരിപൂർണമായി ആശ്രയിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ പോക്ക് കണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ദുഃഖിക്കുന്നവരും നിന്നോട് പ്രാർത്ഥിക്കുന്നവരും ആയി തീരുവാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നല്ലോ. ഞങ്ങൾ അവിടുത്തെ അനുഗ്രഹിക്കുന്ന കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ സഹായമില്ലാതെ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിൻ്റെ കൃപയില്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ പോലും സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നു. ദൈവമേ, അവിടെ ഞങ്ങൾക്ക് ആശ്വാസപ്രദൻ ആയിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖിതർക്ക് ആശ്വാസമായി തീരുവാൻ അവിടുന്ന് ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്നു, ഞങ്ങൾക്കായി മരിച്ചു, ഇന്നും ജീവിക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്നവർ ദിവ്യ ആശ്വാസത്താൽ നിറയട്ടെ. പ്രശ്നത്തിലായിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. പിന്മാറ്റത്തിൽ ആയിപ്പോയവർ തിരിച്ചുവരവിൽ ആയിത്തീരട്ടെ. അവർ ദൈവിക സന്തോഷം വീണ്ടും അനുഭവിക്കുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകല മാനവമഹത്വം എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹമായവൻ ഇറങ്ങി നമ്മെ രക്ഷിച്ചു. നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, നമ്മോടൊപ്പം നടന്നു. അവൻ നമ്മുടെ രക്ഷകനാണ്. അതൊരു മതമല്ല. ഇന്നും നമ്മെ രക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. ആ നാമമാണ് യേശു ക്രിസ്തു.